നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചൺ ഗുഡ് ഫുഡ് ആൻഡ് ഫൈൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് തനി നാടൻ കോഴി റോസ്റ്റാണ്. ഒരുപക്ഷെ നിങ്ങൾ കണ്ട് ശീലിച്ച കോഴി റോസ്റ്റിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഈസി ആയിട്ട് തനി നാടൻ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റാണിത്. ക്രിസ്മസിനും ബാക്കി ഏത് ഒക്കേഷനിലും നിങ്ങൾക്കിത് ഉണ്ടാക്കാം. അപ്പം എങ്ങനെയാണ് ഈസി ആയിട്ട് നാടൻ കോഴി റോസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് നാടൻ കോഴിയാണ്. കുറച്ച് നാടൻ കോഴി കിട്ടി. ഇതൊരു 1/2 കിലോ നാടൻ കോഴിയുണ്ട്. നിങ്ങൾക്കിപ്പോൾ 1 കിലോ ഒക്കെ ആണെങ്കിൽ ഇവിടെ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് ഡബിൾ ചെയ്താൽ മതി. നാടൻ കോഴിയാണെങ്കിൽ നമ്മുടെ കോഴി റോസ്റ്റ് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഇത് കുറച്ച് ചുമന്നുള്ളിയാണ്. എത്രയുണ്ടെന്ന് വെച്ചാൽ ഒരു ഏകദേശം 100 ഗ്രാം. അപ്പോൾ അതിൽ നിന്നൊരു പകുതിയോളം നമ്മളിപ്പം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പകുതി ഉള്ളി നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഈ റെസിപ്പിയിൽ ചുമന്നുള്ളി മാറ്റി സവാള ആക്കാൻ പറ്റില്ല. നമുക്ക് കൊച്ചുള്ളി തന്നെ യൂസ് ചെയ്യണം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുളക് പൊടിയാണ്. ഞാനിന്ന് മുളക് പൊടി കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാശ്മീരിക്ക് പകരം സാധാരണ മുളക് പൊടി ചേർക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പെരിഞ്ജീരകമാണ് ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നല്ല പച്ച കളറിലെ പെരിഞ്ജീരകമാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചേർക്കുന്നത് ഒരു ഏകദേശം 1.5 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. ഇനി നമ്മൾ എടുക്കുന്നത് പട്ടയാണ്. പട്ടയും ഇതുപോലെ തന്നെ ഒരു ഇഞ്ച് നീളത്തിലുള്ള ഒരു 2 പീസ് മതിയാകും. ഒരുപാട് കുത്തലൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പും അതുപോലെ തന്നെ ഒരു ഏകദേശം 4-5 ചെറിയ ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളകാണ്. അതൊരു ഏകദേശം 3/4 ടേബിൾ സ്പൂണോളം നമുക്ക് എടുക്കാം. പൊടിയല്ല ചേർക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം. ഉള്ളി ചേർക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇതുപോലെ നല്ല കട്ടിയായിട്ട് നല്ലൊരു ക്രീമി രൂപത്തിൽ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും. അരച്ചെടുത്ത ഈ മിക്സ് നമ്മൾ ഒരു ചീനച്ചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കോഴിയുടെ മുകളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചുമന്നുള്ളിയാണ്. നേരത്തെ നമ്മൾ കുറച്ചൊരു ഭാഗം മാറ്റി വെച്ചിരുന്നു അരയ്ക്കുന്നതിന് മുമ്പ്. അത് മുഴുവനെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. 2ആയിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടോ അരിയേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനീഗറാണ്. വിനീഗർ ചേർക്കുമ്പം ശ്രദ്ധിക്കണം. ഒരു 1/2 ടേബിൾ സ്പൂൺ മാത്രം മതി വിനീഗർ. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. ഒരുപാട് പുളിയൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് 1/2 ടേബിൾ സ്പൂൺ ധാരാളം മതിയാവും. പക്ഷേ ഈ വിനീഗർ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്താൽ മാത്രമേ ടേസ്റ്റ് വരൂ. ഞാനിപ്പം ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ട് ഇതൊന്ന് വെന്ത് കിട്ടാൻ പാകത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. ഒരുപാട് വേണ്ട. എന്തായാലും കോഴിയിൽ നിന്ന് കുറച്ചും കൂടെ വെള്ളം ഇറങ്ങി വരും. ഇനി ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10-15 മിനിറ്റെങ്കിലും ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നാടൻ കോഴിയാണ്, അപ്പോൾ കുറച്ചൊരു വേവ് കൂടുതലുണ്ടാകും. ഇനി ഇത് ഇരുന്ന് കുക്കാവട്ടെ. അപ്പോൾ ഇടയ്ക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ആവശ്യമുള്ള കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കോഴി നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. അതുകൊണ്ട് ഫുള്ളായിട്ട് നമുക്കങ്ങ് കുക്ക് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ഒരു ഏകദേശം ഒരു 3/4 വേവ് മതി. നാടൻ കോഴിയായതുകൊണ്ട് അങ്ങനെ കോഴി കഷ്ണങ്ങളൊന്നും അങ്ങനെ മുറിഞ്ഞു പോവുകയൊന്നുമില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ കോഴി കഷ്ണങ്ങളും ഉള്ളിയും എല്ലാം നമുക്ക് വേണം. ഇനി വേറൊരു പാനിൽ ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ടേസ്റ്റ്. ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ കോഴി കഷ്ണങ്ങളും ഈ ഉള്ളിയും ചാറില്ലാതെ ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചാറൊന്നും ഇല്ലാതെ കോഴി കഷ്ണങ്ങളും ഉള്ളിയും നമ്മൾ എണ്ണയിലേക്ക് മാറ്റി. അപ്പോൾ കുറച്ച് സമയം ഇതൊന്ന് ഫ്രൈ ആയി വരണം. ഒരുപാട് സമയമൊന്നും വേണ്ട. കാരണം ഓൾറെഡി ഇത് കുക്കായതായതുകൊണ്ട് ഒരുപാട് സമയം ഇത് ഫ്രൈക്ക് വേണ്ടിയിട്ടൊന്നും കിടക്കേണ്ട കാര്യമില്ല. ഒരു 2-3 മിനിറ്റ് മാത്രം മതിയാവും. ഒരു സൈഡ് ഒന്ന് കറക്റ്റായിട്ട് കുക്കായി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഏകദേശം ബ്രൗൺ കളറൊക്കെ ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡും കൂടെ ഒന്ന് മൊരിയേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് മൊരിയുന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് ഭാഗത്ത് എണ്ണ ഒന്ന് മാറ്റിയിട്ട് 1-2 കറിവേപ്പിലയുടെ തണ്ട് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ കോഴിയുടെ റോസ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ചിക്കൻ റോസ്റ്റ് നല്ല ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇതൊരു 2-3 പച്ചമുളകാണ്. അത് ചെറുതായിട്ടൊന്ന് അറ്റം പിളർന്നതിന് ശേഷം ഈ എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ ആ ഒരു പച്ച മണവും ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അതിൻ്റെ ആ ഒരു മണം നമ്മുടെ ചിക്കൻ റോസ്റ്റിൽ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സ്റ്റെപ്പ് മറക്കാതെ ചെയ്യണം. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ
വേറൊരു പാത്രം അല്ലെങ്കിൽ ആ പാത്രം ആയാലും മതി. അപ്പോൾ ഞാൻ എന്തായാലും ഒരു പുതിയ ഒരു പാൻ ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കുകയാണ്. നമ്മൾ ചിക്കൻ പീസസ് ഫ്രൈ ചെയ്ത ആ എണ്ണ ഒരുപാട് വേണ്ട, അതിൽ നിന്നൊരു 1 ടേബിൾ സ്പൂൺ എടുത്തതിന് ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തപ്പോൾ കുറച്ച് ചാറുണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം. കാരണം ആ ചാറ് കുറച്ചൊരു പച്ചയാണ്, കാരണം നമ്മൾ അതിൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ചാറിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഈ ഓയിലിൽ കിടന്ന് ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരും. അങ്ങനെ മൂത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോഴി കഷ്ണങ്ങളും ഉള്ളിയും എല്ലാം കൂടെ നമുക്ക് ഈ മൂത്ത് വന്ന ഈ ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് ഈ ചാറും നമ്മുടെ കോഴി കഷ്ണങ്ങളും നന്നായിട്ടൊന്ന് പിടിച്ച് അതൊന്ന് മൊത്തത്തിലൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമ്മുടെ തനി നാടൻ ചിക്കൻ റോസ്റ്റ് റെഡിയാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ്, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പരിഗണിക്കണം. ഇപ്പോൾ ചാറൊക്കെ കുറുകി നമ്മുടെ കഷ്ണങ്ങളിലേക്ക് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റും കൂടെ മാത്രം മതി, കുറച്ചും കൂടെ ഒന്ന് മൊരിഞ്ഞു വരണം. ഇപ്പോൾ ആ ചാറൊക്കെ നല്ലതുപോലെ ചിക്കനിൽ മാത്രം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടൻ കോഴി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പി അല്ലെങ്കിൽ വ്ലോഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.